ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ട്രിച്ചിയിലെ മറ്റൊരു ദിവസം ഇവിടെ തുടങ്ങുന്നു എന്ന് പറയാറായില്ല. ഞാൻ ഡ്രസ്സ് മാറാനായിട്ട് വന്നതാണ്. സെയിം ഡേ തന്നെയാണ്, ഒരു 3 എപ്പിസോഡായിട്ട് ഞാൻ എടുക്കുകയാണ്. കാര്യം അപ്പോൾ ഡ്രസ്സ് ചേഞ്ച് വേണമല്ലോ. അപ്പോൾ ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് വന്നു. ഞാൻ താമസിക്കുന്ന റൂമിലാണ്. ഹോട്ടലെന്ന് പറയാൻ പറ്റില്ല, ഇതൊരു സർവീസ് അപ്പാർട്ട്മെൻറ്റ് പോലെയാണ്. ഇത് ട്രിച്ചിയുടെ നടുക്ക് തന്നെയാണ്, അതായത് ടൗൺഷിപ്പിൽ തന്നെ. അപ്പോൾ ഇത് വളരെ കൺവീനിയൻ്റ് ആണ്, ചീപ്പാണ്, പക്ഷേ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്തും കൂടി പറയാം. കാര്യം നിങ്ങൾ ആരെങ്കിലും ട്രിച്ചി വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ താമസിക്കാമല്ലോ. ഇതൊരു 2500-നകത്തേ ഉള്ളൂ, പക്ഷേ നല്ല കൺവീനിയൻ്റ് ഒരു റൂമാണ്. നോക്കിക്കോളൂ, ഇത് നല്ലൊരു ബിൽഡിങ്ങിൽ ഒരു ന്യൂ കൺസ്ട്രക്ഷനാണ്. അതിൻ്റെ ഒരു 3rd ഫ്ലോറാണെന്ന് തോന്നുന്നു. ഒരു ഫ്ലോർ മാത്രം, 9 റൂംസ്, 2-3 ലേഡീസ് സർവീസിനുണ്ട്, പിന്നെ വാച്ചറുണ്ട്. ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിത്തരും, അത്രേ ഉള്ളൂ. ഇപ്പോൾ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതാണ് ഒരു ടോട്ടാലിറ്റിയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി നൈസ് ബിഗ് റൂം. ഇത് ഞാനിപ്പോൾ സിംഗിൾ റൂം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ സിംഗിൾ റൂം, നല്ലൊരു ബാത്റൂം, നൈസ് AC റൂം. പുതിയ ഒരു ഇതായതുകൊണ്ട് നല്ല എല്ലാം നീറ്റ് ആൻഡ് ക്ലീനാണ്. ഓക്കെ, ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. അടിപൊളിയാണ്, വലിയ കുഴപ്പമില്ല. ഓക്കെ, നൈസ്. ഇതുപോലെയൊക്കെ ട്രാവൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് പ്രോഗ്രാമിന് വേണ്ടിയിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ രാത്രി കുറച്ച് നേരമല്ലേ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് ഭയങ്കര കൺവീനിയൻ്റ് ആണ് ഡ്രസ്സ് ചെയ്തത്. അപ്പോൾ ഇടയ്ക്ക് വന്നിട്ട് ഞാനൊന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് പിന്നെ പോകുന്നു. ഇനി ഒരു പ്രാവശ്യം കൂടി വന്ന് ഡ്രസ്സ് മാറിയിട്ട് അടുത്ത കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഇപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നു. ഓക്കെ, അങ്ങനെ ട്രിച്ചി കാഴ്ചകൾ കാണാൻ ഇറങ്ങാൻ പോകുന്നു. ഓട്ടോ ഈസ് വെയിറ്റിംഗ്. ഇതാണ് നോർത്ത് ആൻഡാർ സ്ട്രീറ്റ്. ഇവിടെ ഈ കോർണറിലൊരു ടെമ്പിളുണ്ട്, ഇവിടെ ഒരു ടെമ്പിളുണ്ട്. പറഞ്ഞില്ലേ, ആൾക്കാരെല്ലാവരും ഒരു കോഫി കൾച്ചർ സ്റ്റൈലാണ്. പൂക്കൾ വിൽക്കുന്ന ആൾക്കാർ ഇവിടെയും കാണാം. അത് അവിടെ നോക്കിയാൽ പിന്നെ വഴി കച്ചവടക്കാർ ഇപ്പോൾ മാങ്ങ വാങ്ങാം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് പലതും വാങ്ങാം, പച്ചക്കറികൾ, ഇതിങ്ങനെ വഴിനീളെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ആൾക്കാർ എപ്പോഴും റോഡിലുണ്ട്, അതാണ് അതിശയം. പിന്നെ ഇവിടുത്തെ ട്രാഫിക്കിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. പ്രത്യേകിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇല്ലാത്ത പോലെയാണ് ഇവിടുത്തെ ഒരു അൺറൂളി ട്രാഫിക്കാണ്. പക്ഷേ അവരെല്ലാവരും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്താൽ പോണേ. ആർക്കും പരാതിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടില്ല, വഴക്ക് പറയില്ല. ഇവിടെ നോക്കി പൂ വെച്ചുകൊണ്ട്, അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളുടെ ഫ്രണ്ടിലും പൂ കച്ചവടക്കാർ കാണും. അത് ഇങ്ങനത്തെ ഒരു കൾച്ചർ. പിന്നെ പൈസ ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാം. ആദ്യം കോഫി കുടിച്ചിട്ട് തുടങ്ങാം. ഫിൽറ്റർ കോഫി. ഇത് ആണ്ടാൾ തെരുവ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കൃഷ്ണ കോഫി എന്ന് പറഞ്ഞൊരു കുഞ്ഞു കടയുണ്ട്. ഇവിടെ ഒരുപാട് അങ്ങനത്തെ സ്മോൾ കടകളുണ്ട് ഫിൽറ്റർ കോഫിയുടെ. ഇതും വളരെ പ്രസിദ്ധമായ കടയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു കോഫി, ഇവിടെ കോഫി മാത്രമേ ഉള്ളൂ. കോഫി മട്ടും ഫിൽറ്റർ കോഫി കുടിച്ചിട്ട് തുടങ്ങാം. കൃഷ്ണൻ കോഫി. ഓക്കെ, ഇവിടെ എന്തൊക്കെയാ അറിയോ? ഫിൽറ്റർ കോഫി, ജാഗറി പൗഡർ വെച്ചിട്ടുള്ള ഫിൽറ്റർ കോഫി ഉണ്ട്. ഒരു ഫിൽറ്റർ കോഫി ജാഗറി പൗഡർ, ജാഗറി. ഇത് കാലയിൽ എത്ര മണിക്ക്? ഇത് 5:30. എത്ര മണിക്ക് ക്ലോസ്? 11. ഓക്കെ. ഓക്കെ, അപ്പോൾ 12:30 മണി വരെ ഉണ്ട്. ഇത് രാവിലെ 5:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, 12:30 വരെ. പിന്നെ വൈകുന്നേരം 3 മണി തൊട്ട് രാത്രി വരെ. ഹോർലിക്സ് പാർസൽ, ബൂസ്റ്റ്, സുക്ക് കാപ്പിയും ഉണ്ട് കേട്ടോ. ആ, മീഡിയം. സ്ട്രോങ് കോഫി വേണോ മീഡിയം വേണോ എന്നാണ്. എനിക്ക് കോഫി അറിയാമല്ലോ, ഞാൻ കോഫി ഇടാനല്ല, എങ്കിലും മീഡിയം. ജാഗറി കോഫിയാണ്, നല്ല ചൂട് കോഫി. ഞാൻ മീഡിയമാണ് പറഞ്ഞത്, എന്നിട്ട് പോലും ഇത്രയും. ആഹാ, മീഡിയം പോലും സ്ട്രോങ്ങാണ്. നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി. ഷുഗറല്ല, ശർക്കര. പാം പാർസൽ മിൽക്ക്, അതൊക്കെ എന്നാ? ഇത് മാതിരിയാ? അത് പാക്കറ്റാ? കവറിൽ പോട്ട് കൊടുക്കും അല്ലേ? ആ, 3 പേര് ചാപ്പിടാം. ഓക്കെ. 3 പേർക്കുള്ളത് പാർസലാക്കി കൊടുക്കും. അങ്ങനെ. ഓ, അതങ്ങനെ കുറേ ഉണ്ട്. അങ്ങനെ അടിപൊളി ഫിൽറ്റർ കോഫിയിലേക്ക് ഇറങ്ങിയിരിക്കുവാണ്. ഞാൻ മീഡിയമാണ് പറഞ്ഞത്, എന്നിട്ട് പോലും നല്ല സ്ട്രോങ് ആണ്. ഷുഗറല്ലേ, ശർക്കര. ഓ, ഇത് എന്താ പറയുക, ട്രിച്ചിയിലാണെങ്കിലും മധുരയാണെങ്കിലും തമിഴ്നാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കോഫി കൾച്ചർ വളരെ ശക്തമാണ്. രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും സ്നാക്സിൻ്റെ കടകളും ഫിൽറ്റർ കോഫിയും, പിന്നെ ക്ഷേത്രങ്ങളും, പൂ വിൽക്കുന്ന ആൾക്കാരും, അങ്ങനെ വേറൊരു രീതിയാണ്.
എല്ലാം പോസിറ്റീവ് കാഴ്ചകൾ. ഓക്കെ, അങ്ങനെ കോഫി കുടി കഴിഞ്ഞു. ഇനി വേറെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകാനുണ്ട്. കുറച്ച് മാങ്ങ, കന്നി മാങ്ങ കണ്ടു ഇവിടെ. നോക്കട്ടെ, മാങ്ങ എന്നാ വില? കിലോയ്ക്കാ? ഒരു പടിക്ക് 200 രൂപ. ഓക്കെ, പടി. ഓക്കെ, പടിയാണൊരു കണക്ക്. ഒരു തൂക്കമാണ് പറയുന്നത്, ആ തൂക്കം. ഇത് മുളക്, ഇത് ഉണ്ടമുളക്. ഇതാണോ അണ്ണി? ഇത് ഏതാ നല്ലത്? അരപ്പിടി താങ്ക. അരപ്പിടി ഇല്ലേ? ഒരു പിടിയാ? എന്നാൽ ഒരു പിടി എടുത്തു. അരപ്പിടി ഇല്ല, ഒരു പിടിയേ ഉള്ളൂ. ഒരു പിടിക്ക് 200 രൂപ. കുഴപ്പമില്ല. ഇതൊരു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ്, ഒരു ചെറിയ ടെമ്പിള്. ആ സൈഡിൽ ഈ സൈഡിലെല്ലാം ഇതാണ്. ഒരു പിടി, ഒരു നാഴി അല്ലേ? നഷ്ടമല്ലേ ഇത് കൂടുതലല്ലേ? 200 റുപ്പീസിന്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ ലൂർദ് മാതാ ചേർച്ചിൻ്റെ ഫ്രണ്ടിലാണ്. ഇത് ഇവിടുത്തെ വളരെ പ്രശസ്തമായ ഒരു പള്ളിയാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് നമുക്ക് റോക്ക്ഫോർട്ട് ടെമ്പിൾ കാണാൻ പറ്റും. അതിങ്ങനെ പാരലലായിട്ടാണ് നിൽക്കുന്നത്. ഈ പള്ളിയും എവിടെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റും. ഇത് കല്ലണൈ ഡാമിലേക്ക് പോവാണ്. ട്രിച്ചി ടൗണിൽ നിന്ന് ഒരു 20 കിലോമീറ്റേഴ്സ് ഉൾഗ്രാമത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ദൂരം ഞാൻ വന്നു. വരുമ്പോൾ കാണുന്ന കാഴ്ച നോക്കിയേ, ഒരു കാട് പ്രദേശം അല്ലേ? കുറേ മുൾച്ചെടികളും പിന്നെ പനയുണ്ട്. പന ഇങ്ങനെ കുറേ റോഡ്. കുറച്ച് റോഡ് മോശമാണ് വന്ന സ്റ്റാർട്ടിങ്ങിൽ. ഇനി അങ്ങോട്ട് നല്ല റോഡാണെന്ന് പറഞ്ഞത്. ഒരു ഓൾമോസ്റ്റ് 20 കിലോമീറ്റേഴ്സ്. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഡാമാണ്. 2000 വർഷം പഴക്കമുള്ള ഡാമാണ് കല്ലണൈ ഡാം. വെള്ളമൊക്കെ ഇപ്പോൾ കുറവായിരിക്കും, എന്തായാലും ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ, ഒന്ന് പോയി കാണാൻ വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ വെയിലാണ്, ഒരു 3 മണി സമയം. കഠിനമായ വെയിലൊന്ന് കുറഞ്ഞിട്ടുണ്ട്, കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട്. അപ്പോൾ പോവാം. കല്ലണൈ ഡാം സൈറ്റിലേക്ക് പോകുന്നതിന് മുന്നേ കാണുന്നത് ഇത് കണ്ടോ? ഇത് കാവേരി നദിയാണ്. ഇപ്പോൾ സമ്മറാണല്ലോ, നമുക്ക് വെള്ളം വളരെ കുറവ്. ഇത് കാണുമ്പോൾ എനിക്ക് ഭാരതപ്പുഴയാണ് ഓർമ്മ വരുന്നത്. സമ്മർ ടൈമിൽ ഭാരതപ്പുഴ ഇങ്ങനെയല്ലേ, ആ വെള്ളപ്പൂവുള്ള അങ്ങനെ കുറേ ഒരു പുൽച്ചെടി പോലൊരു സംഭവം ഉണ്ടാവുമല്ലോ വെള്ളപ്പൂവായിട്ട്. അതും കുറച്ച് അവിടെ ആയിട്ട് വെള്ളവും. ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഇറങ്ങി നോക്കിയതാണ്. ഇതാണ് കല്ലണൈ ഡാം. ഈ ഡാം എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനറിയില്ല സത്യം പറഞ്ഞാൽ. അത്രയ്ക്ക് വലുതാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഒരു സർക്കുലറായിട്ട് ഇങ്ങനെ പോകും. ഇത്രയും വലിയൊരു ഡാം എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പക്ഷേ വെള്ളമില്ല ഇവിടെ. ഭയങ്കര ദാരിദ്ര്യം വെള്ളത്തിന്. കാര്യം സമ്മറായി കഴിഞ്ഞാൽ വെള്ളം ഒന്നും ഇല്ല. മഴയില്ലെങ്കിൽ സോഴ്സ് ഇല്ല എന്നാണ് പറയുന്നത്. ഇത് കാവേരി നദിയാണ്. കാവേരി നദിയുടെ വെള്ളമാണ് ഇവിടുത്തെ ഡാമായിട്ട് ഇങ്ങനെ വച്ചിരിക്കുന്നത്. ഓക്കെ, ഡാമിൽ ഇങ്ങനെ പിടിച്ചപ്പോൾ മഴക്കാലത്ത് നല്ലോണം ഉണ്ടാവും. കല്ലണൈ ഡാമിൻ്റെ വ്യത്യസ്തമായ കാഴ്ചകളാണ് കാണുന്നത്. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് അതിലേക്ക് ആൾക്കാർ ഇറങ്ങുന്നു. ധാരാളം കൊക്കുകളുണ്ട്. ഇവിടെ മീൻപിടുത്തം വളരെ കോമൺ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വഴിക്കച്ചവടം എന്ന് പറഞ്ഞാൽ ഫിഷ് ഫ്രൈ, പലതരം ഫിഷ് ഫ്രൈ ചെയ്ത് കൊടുക്കും. ഇവിടെ ഒരു ഫിഷ് മാർക്കറ്റ് ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. ഡാമിൻ്റെ മറ്റൊരു ഫേസാണ്. ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഇഷ്ടംപോലെ കന്നുകാലികൾ മേഞ്ഞ് നടക്കുന്നു. അവർക്ക് നല്ല സന്തോഷമാണ്. കാര്യം അവർക്ക് വെള്ളവും ഉണ്ട്, പുല്ലുമുണ്ട്. ഇഷ്ടംപോലെ ഇങ്ങനെ കറങ്ങി നടക്കാം. ഇവിടെയൊക്കെ വെള്ളം വളരെ ശാലമാണ് കേട്ടോ. കുട്ടികളൊക്കെ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നു. പിന്നെ മീൻ പിടിക്കാൻ അവർക്ക് പറ്റും നല്ല രീതിയിൽ. അതുകൊണ്ട് ആ കാര്യം നന്നായിട്ട് ഫ്ലറിഷ് ചെയ്യും. ഇത് ഷട്ടർ ഏരിയയാണ്, ഷട്ടേഴ്സ് വരുന്ന ഭാഗം. ഈ ഡാം എന്ന് പറഞ്ഞാൽ 4 ഡാംസാണ്. കൊള്ളി ഡാമാണ് ഒരു സൈഡിൽ. കാവേരി നദി 4ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്താണ് വരുന്നത്, 4. അപ്പോൾ ഡാം സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഡിഫറെൻ്റ് ആണ്. കാവേരി 4ആയിട്ട് വേർതിരിഞ്ഞിങ്ങനെ 4 ഭാഗത്തേക്കാണ് പോകുന്നത്. പിന്നെ അതുപോലെ
വെണ്ണാറും ഇവിടേക്കാണ് വരുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ആ ഭാഗമാണ് പുള്ളി ഡാം. ടോട്ടലി ഇറ്റ്സ് എ ഹ്യൂജ് ഡാം, 2000 years old. കാലാകാലങ്ങളായിട്ടുള്ള മാറ്റങ്ങളും പുതുക്കിപ്പണിയിലും ഒക്കെ നടന്നിട്ടുണ്ട്. ബട്ട് ഇതിൻ്റെ തുടക്കം 2000 വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലത്തെ മൺ അണയായിരുന്നു, മൺ അണക്കെട്ട്. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ. ഈ സൈഡിൽ കുട്ടികൾക്കൊരു പാർക്കെല്ലാം ഉണ്ട്. കോലൈസ് ഉണ്ടോ? കോലൈസ് ഉണ്ടോ? സേമിയ ഏതൊക്കെയുണ്ട്? എന്താ മാതിരിയാ? സേമിയ ഓപ്പോസിറ്റ് മാംഗോയാ? അത് മാംഗോ സേമിയ ഡബിൾ കളർ. ഇത് എടുക്കട്ടുമാ? യെസ്. റോസ് മിൽക്കും ഉണ്ടല്ലേ? ഓ ചൂട്, അപ്പം നല്ല തണുപ്പ്, സമാധാനം. കഴിഞ്ഞില്ല അതിന് മുമ്പ് റോസ് മിൽക്ക് വാങ്ങി. എന്തൊരാശ്വാസം. എന്നാ വില? അത്രേ ഉള്ളൂ. 10 രൂപ പാവല്ലേ. അതെന്നാ യെല്ലോ കളർ അങ്ങേ ഇരിക്കേ? ബദാം മിൽക്കോ? അത് കൂടെ തരുമ്പോ വരണം. ഉണ്ട് അത്. യെല്ലോ യെല്ലോ வியாபாரம் இல்ல, அதனால குல்ஃபி இல்லையா? குல்ஃபி தான், பாதாம் குல்ஃபி அதுல உள்ளதான். அது என்ன கேக்குறீங்க? ஓ ஓ இதான் அது பாக்ஸ். வியாபாரம் இல்லாதனால பாக்ஸோட வந்து ஐஸ் அதனால 5 போடுங்க. ഓക്കെ. കുൽഫി ബദാം. ആഹാ എന്ത് രസം. ഓട്ടോ വെയിറ്റിംഗ്. ഈ ഡാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അവിടെ വരെ എത്ര ദൂരം എന്നറിയോ? തിരിച്ച് പോകുന്നവർക്ക് അവിടെ കുറേ വറുവൽ ഐറ്റംസ്, ഫിഷൊക്കെ വറുത്ത് കൊടുക്കുന്നു. പിന്നെ കുടിക്കാനുള്ള സാധനങ്ങളുണ്ട്. അവിടെ കൂടെ നിർത്താം. നമ്മുടെ സാരഥി ശങ്കർ എനിക്കൊരു കോൺ വാങ്ങിച്ചുകൊണ്ട് വരുന്നു. താങ്ക് യു. ചൂട് ചൂട് വിത്ത് കുരുമുളക് അല്ല മുളക് പൊടി, ഉപ്പ്. ഇറ്റ്സ് ഹോട്ട്. കോൾഡ്. ഇതിപ്പോൾ വെള്ളം കുറഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ടാണ്. നോക്കിയാൽ മൺതിട്ടയും കുറച്ച് വെള്ളമേ ഉള്ളൂ. പക്ഷേ ഈ വെള്ളത്തിൽ പോലും മീൻപിടുത്തം നടക്കുന്നുണ്ട്. ഇവിടെ താമസിക്കുന്ന ഈ ലൊക്കാലിറ്റിയിലുള്ളവർക്ക് കുറച്ച് മീൻപിടുത്തക്കാരാണ്. അതാണ് അവരുടെ പ്രധാന ഉപജീവന മാർഗ്ഗം. ഇപ്പോൾ ടൂറിസ്റ്റുകൾ വരുന്നതിനനുസരിച്ചിട്ട് ഫിഷ് ഫ്രൈ ഒക്കെ ഇവിടെ ലൈവായിട്ട് ചെയ്ത് കൊടുക്കുന്നു. കരിക്ക്, കരിമ്പിൻ ജ്യൂസ്, അങ്ങനെയല്ല. സ്നാക്സ്, ബജി ഒക്കെ വറുത്ത് കൊടുക്കുന്നു. അവിടെ 1-2 കടയിൽ ഫിഷിൻ്റെ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. നമുക്കൊരു കരിക്ക് കുടിക്കാം. ഇതാകുമ്പോൾ ധൈര്യമായിട്ട് കുടിക്കാം. ഇത് ഇവിടുത്തെ കരിക്ക, തമിഴ്നാട് കരിക്ക, ലോക്കൽ. മഴക്കാലമൊക്കെ നിറയെ വെള്ളം ഇരിക്കും അല്ലേ? നിറയെ ഇരിക്കും. ഇപ്പോൾ എന്നാ ഒട്ടും വെള്ളം ഒള്ളി 2 months ഇപ്പടി വെള്ളപ്പൊക്കം വരുവാ? ഡാം തുറന്നു വിടില്ല അന്ത സമയം? ഷട്ടറുള്ളൂ. ഇവിടെ ഫിഷ് ഫ്രൈ ചെയ്തൊക്കെ കൊടുക്കും അല്ലേ? ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം ഫിഷിങ്ങാ മെയിൻ. ഫിഷിങ് ചെയ്യും ഇവിടെ. ഓക്കെ. ഇവിടെ എന്നാ ബസ് സ്റ്റാൻഡാ? ഓക്കെ. ഇവിടെ ബസ് വരുവാ? ഓക്കെ. ഒരു പ്രധാനപ്പെട്ട ഈ ട്രീയിലെത്തിയിരിക്കുവാണ്. ഇതാണ് ചെല്ലമ്മ മെസ്. ഇത് വളരെ ഫേമസ് ആണ്. ചട്ടി മൺപാത്രത്തിലൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. ഗ്രാൻഡ് മീൽസ്. ഇത് AC-യും ഉണ്ട്, non-AC-യും ഉണ്ട്. കീര സൂപ്പിലാണ് തുടക്കം. ഓക്കെ. ഇതൊരു ബുഫേ പോലെ അവർ തന്നെ വിളമ്പിത്തരും. ഇത് നോക്കിയാൽ മഡ്കാസ് എല്ലാം ഇങ്ങനെ ചുറ്റും വെച്ചിട്ടുണ്ട്. എല്ലാം മൺപാത്രത്തിൽ ചട്ടികളിലൊക്കെയാണ് അവർ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ സെർവ് ചെയ്യുന്നതും അങ്ങനെ ആ ചട്ടിയിൽ നിന്ന് കൊണ്ടുവന്ന് സെർവ് ചെയ്യും. ഇലയിൽ വിളമ്പുന്നു. ഓക്കെ. ഇത് പതിമുഖമാ? പതിമുഖം നന്നാറി. നന്നാറി ഇട്ട് തിളപ്പിച്ച വെള്ളം. ഓക്കെ. വാഴപ്പൂ, അതായത് കൂമ്പിൻ്റെ
കോള ഉണ്ട്. ராகி அல்வா ஸ்வீட் റാഗി ഹൽവ സ്വീറ്റ്. ഓക്കെ, റാഗി ഹൽവ, ദാറ്റ്സ് എ സ്വീറ്റ്. ഓക്കെ ഫൈൻ. ഒരു സ്വീറ്റ് ആയിട്ട് തന്നെ റാഗി ഹൽവ. வாழைத்தண்டு தயிர் பச்சடி വാഴപ്പിണ്ടിയുടെ വാഴപ്പിണ്ടിയുടെ തൈര് പച്ചടി. கொண்டக்கடலை முளைக்கட்டின கொண்டக்கடலை കടല ഒരു ഉലർത്ത പോലെ. கருவேப்பிலை சட்னி ഓക്കെ, കറിവേപ്പില ചട്നി. കൊള്ളാം, കറിവേപ്പില ചട്നി. ഇതാട്ടെ വാഴക്കൂമ്പ്. കൊള്ളാം. திணை அரிசி சாமை மில்லட்டுங்க மேடம். മില്ലറ്റ്. എന്നാ മില്ലറ്റ് ഇത്? திணை இது துவையல் போட்டு சாப்பிடுவோம். ഏത് തുവയൽ? சட்னி கருவேப்பிலை ഓ ഓക്കെ. ഇത് മില്ലറ്റ്. ഇത് തെന വെച്ചിട്ടുള്ള തെന എന്ന് പറയുന്ന മില്ലറ്റ് ഉണ്ടല്ലോ, നമ്മുടെ തെന, അത് വേവിച്ചതാണ്. അതും ഈ കറിവേപ്പില ചട്നിയും കൂട്ടിയിട്ടാണ് ആദ്യം കഴിക്കേണ്ടത്. ഓക്കെ ഫൈൻ. അത് കൊള്ളാം, നൈസ് കോമ്പിനേഷൻ. ഫസ്റ്റ് കോഴ്സാണിത്. കൊള്ളാം, നല്ല കോമ്പിനേഷൻ, നല്ല ഹെൽത്തി ഫുഡ് കേട്ടോ. பாவக்காய் வறுவல். പാവയ്ക്ക വറുവൽ. ഓക്കെ, പാവയ്ക്ക വറുവൽ. കയ്പുണ്ടോ നോക്കട്ടെ. പൈപ്പേ ഉള്ളൂ കേട്ടോ. നൈസ്. சவுச்சவு பொரியலுங்க வேண்டாம். ചൗ പൊടിയൽ. ഓക്കെ, എല്ലാം ഇങ്ങനെ തൊട്ട് വയ്ക്കുന്നത്. വേണമെങ്കിൽ രണ്ടാമത് തരുമായിരിക്കും. ചൗ പൊരിയൽ. வாழைத்தண்டு பொரியல் பனானா ஸ்டம். ഇത് കിച്ചടി, ഇത് പൊരിയൽ. இது பொரியல், இது பச்சடி. വാഴത്തണ്ടിന് 2 ഐറ്റം ഉണ്ട്, പൊരിയലും ഉണ്ട് പച്ചടിയും. ഫൈബർ റിച്ച്. പാലക്കിൻ്റെ ചീര കൂട്ട്. புழுங்கல் அரிசி சாதம். പൊന്നി റൈസ്. புழுங்கல் அரிசி. ഓക്കെ, പൊന്നി റൈസ് സാദം. സെക്കൻഡ് കോഴ്സ്. ഓക്കെ, വാഴത്തണ്ടിൻ്റെ സാമ്പാർ. വാഴത്തണ്ട് സാമ്പാർ. എത്ര? 35 ഐറ്റം. ഓ ഓക്കെ, 35 ഐറ്റം ഉണ്ട് ഈ ബുഫേലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയായി? 1 2 3 4 5 6 11 12 ഉള്ളൂ. ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. എൻ്റെ അമ്മേ, 35 വന്നു കഴിയുമ്പോൾ പറയാം, കംപ്ലീറ്റ് ആവുള്ളൂ. തൽക്കാലം ഞാൻ കഴിക്കൽ നിർത്തി വെച്ചിരിക്കുകയാണ്. എല്ലാം വരട്ടെ. வாழைப்பூ பொரியல். വാഴക്കൂമ്പിൻ്റെ പൊരിയൽ. ഓക്കെ, ഇത് കോല ഉണ്ട്, ഇത് പൊരിയൽ. ഇത് ഉരുളക്കിഴങ്ങ് വറുവൽ. ഓക്കെ, ഉരുളക്കിഴങ്ങ് വറുവൽ. 35 ഐറ്റംസ് ആണ് വരാൻ പോണേ ടോട്ടലായിട്ട്. കാളിഫ്ലവർ വറുവൽ. ഓക്കെ, കാളിഫ്ലവർ വറുവൽ. തക്കാളി തൊക്ക്. പുളിച്ചക്കീര. ഓ, പുളിച്ചക്കീര. ഇത് പുളിയുള്ള ചീരയുടെ പുളിച്ചക്കീര. വെറൈറ്റി എല്ലാം ഭയങ്കര ഹെൽത്തി, ഓർഗാനിക്. അറക്കീര പൊരിയൽ. യെസ്. ചീര വെറൈറ്റീസ്. മുരിങ്ങയല്ല, ചീര തന്നെ 1 2 ടൈപ്പ് വന്നു കഴിഞ്ഞു. 2 അല്ല 3 ടൈപ്പ് ചീര വന്നു കഴിഞ്ഞു. 2 ലേഡീസാണ് ഇങ്ങനെ ഫാസ്റ്റായിട്ട് ബുഫേ പോലെ ഇങ്ങനെ വിളമ്പി. നമ്മളെല്ലാം എടുക്കുന്നത്, അവരല്ല. ഈ ചട്ടിക്കകത്തുനിന്നാണ് എല്ലാം സെർവ് ചെയ്യുന്നത്. ഇനി എന്നെ 35 അതിന് ഓക്കെ ഒഴുക്കില്ല. ഓക്കെ சாம்பார் போட்டுருக்கேன். என்ன குழம்பு நாள் இருக்கு, ரசம் இருக்கு, லெசி, பானகம், பாயாசம் எல்லாம் இருக்கு. மொத்தம் சேர்த்து தான் நீங்க சாப்பிடுங்க. ഓക്കെ, തൊട്ടുകറികളെല്ലാം ഏതാണ്ടായി. ഇനി ഒഴിച്ചുകറി പലതും വരാനുണ്ട്. സാമ്പാറിൽ തുടങ്ങുന്നു. ഞാൻ സാമ്പാർ സ്ഥിരം കഴിക്കുന്ന ആളല്ലെങ്കിലും ഒരു വാഴപ്പിണ്ടി സാമ്പാർ എന്ന് പറയുന്നത് ഞാൻ കഴിക്കുന്നു. ഓക്കെ, ഇനി ഇത് കുറേ രസം, മോര്, കുറേ കാര്യങ്ങൾ വരാനുണ്ട്. പാനകം. വെണ്ടയ്ക്ക വറുവൽ. എല്ലാം കൊള്ളാം. ടേസ്റ്റി. വെരി നൈസ്. ഹെൽത്തി ഈറ്റിംഗ്. നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി തരുന്നുണ്ട്. അടിപൊളി. ഒരു മസ്റ്റ് ട്രൈ കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കഴിക്കണം. 35 കാര്യങ്ങളുണ്ട്. ഒരിക്കലും സൈഡ് ഡിഷ് എല്ലാം കൂടി ചേർക്കണം. പിന്നെ അത് പരിപ്പുണ്ടക്കുഴമ്പ്. പരിപ്പ് വട ഇട്ട കുഴമ്പ്, ഉണ്ടപ്പരിപ്പ് വട, അങ്ങനൊരു കുഴമ്പ്. നൈസ്. ഇനിയും കുറേ കുഴമ്പുകൾ വരാനുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് ഞാനൊന്ന് ഫിനിഷ് ചെയ്യാം. ഓക്കെ, അടിപൊളി, ഗംഭീരം. മസ്റ്റ് ട്രൈ പ്ലേസ്, ഒരു മസ്റ്റ് ട്രൈ കേട്ടോ. ഓക്കെ,
കമ്പ് പായസം, മില്ലറ്റ്. ഓക്കെ. പിന്നെ ലസ്സി, പിന്നെ പാനകം. ഇതൊക്കെ ഡിസേർട്ടിൻ്റെ കൂട്ടത്തിൽ വരും. ഓക്കെ. അങ്ങനെ ചെല്ലമ്മാൾ മൺപാനി ചമേൽ എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും ട്രഡീഷണൽ ഓർഗാനിക് ഫുഡ് വെജിറ്റബിൾ പ്യുവർ കഴിച്ചിട്ടിറങ്ങും. ഭയങ്കര ട്രഡീഷണൽ സ്റ്റൈലാണ്. ഓക്കെ, നമ്മുടെ വാഹനം റെഡി. എന്തായാലും ഒരു അടിപൊളി സർബത്ത് കടയുണ്ട്, ഫേമസ് സർബത്ത് കടയാണ്. അവിടെ എത്തിയിട്ടുണ്ട്, അതിനകത്തേക്ക് കയറാം. ഇതാണ് ഓണർ ശ്രീ മുഹമ്മദ് അനീഫ. ഇത് 90 years അല്ലേ ഇത് ഉണ്ടായി, 90 വർഷത്തോളം പഴക്കമുള്ള ഷോപ്പാണ്. തുടങ്ങിയത് അച്ഛനാണ്. ഉപ്പയുടെ കാലം തൊട്ടുള്ളതാണ്. അടുത്ത ജനറേഷനിലെ ഇളയ മോനാണ്. സാധാരണ ചിലപ്പോൾ ഒക്കെ ഇവിടെ കാണാറുണ്ട് അച്ഛനെ സഹായിക്കാൻ. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ സർബത്ത് ഇത് ഓൺ പ്രൊഡക്ഷനാണോ? ഓൺ പ്രൊഡക്ഷൻ. ഓറഞ്ച്, ഗ്രേപ്പ്, പൈനാപ്പിൾ, പിന്നെ വൈറ്റ് നന്നാരി എല്ലാം ഉണ്ട്. കളറിലുള്ള നന്നാരി, പിന്നെ വൈറ്റ് നന്നാരി. ഇതെല്ലാം ആൾക്കാർ മേടിച്ചിട്ട് പോകും. ഇത് ഇവരുടെ തന്നെ പ്രൊഡക്ഷനാണ്. സർബത്ത് കടയിൽ നമുക്ക് സർബത്ത് വീട്ടിലുണ്ടാക്കാനുള്ള കാര്യങ്ങൾ, ഇപ്പോൾ കറുത്ത കസ്കസ് അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ, ഒരു സോഡ സർബത്ത് 2 എടുക്കാം. ഒരു സോഡ സർബത്ത്, ഒരു ഡിഫറൻറ്റ് വേറെ. ഡിഫറൻറ്റ് എന്നെ തരാൻ തോന്നുന്നു. ഓക്കെ, എനിക്ക് വേറെ സ്റ്റൈലിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ. വേറെ ടൈപ്പ് ഓഫ് സർബത്ത്, പല തരം സർബത്ത് ഉണ്ടാക്കാൻ അദ്ദേഹമാണ് ചെയ്തത്. അത് പേരെന്നെ നിങ്ങൾക്ക് പേര്? ബഷീർ. ഓക്കെ, അപ്പോൾ ബഷീർ ചേട്ടൻ അങ്ങനെ ചെയ്തായിരുന്നു. ഇത് വൈറ്റ് നന്നാറിയാ? ഓക്കെ, നന്നാറി സിറപ്പ് ഒഴിക്കുന്നു. ഇത് വൈറ്റ് കളറിലാണ്. പിന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ബഷീർ തന്നെയാണ് പ്രിപ്പയർ. നിറച്ച് ഐസിട്ടു, നാരങ്ങ നീരൊഴിച്ചു, ഉപ്പ് ചേർത്ത്, ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇവിടുത്തെ തിരക്കെന്ന് പറഞ്ഞാൽ കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ ഭയങ്കര തിരക്കാവും. ഇത് തന്നെ ഓറഞ്ച് ജ്യൂസ്. ഓക്കെ, ഇത് ഇവിടുത്തെ തന്നെ ജ്യൂസാ? ഇത് ഇവിടെ ഉണ്ടാക്കുന്നത്? ഓ, അടിപൊളി. എന്ത് റിഫ്രഷിങ് ഇത് ചൂട് സമയത്ത്. ഇറ്റ്സ് ടു ഗുഡ്. ഫില്ല് ചെയ്യണം. ഇപ്പോൾ സോഡ ഒഴിച്ച് കുടിക്കുന്ന പോലെ അത് വേറെ. സോഡ സർബത്ത് ഭയങ്കര ക്യൂ. ഇപ്പോഴും ആൾക്കാർ വന്നു തുടങ്ങി, ഒരുപാട് തിരക്കും. അപ്പോൾ അവിടുത്തെ തിരക്ക് കൂടിയപ്പോൾ ഞാൻ പതുക്കെ കടയ്ക്കകത്തോട്ട് കയറി നിൽക്കുകയാണ്. വൈറ്റ് നന്നാറി, അത് പൊട്ടിട്ട് ഓറഞ്ചിൻ്റെ ജ്യൂസ്. ഇത് തന്നെ സോഡ സർബത്ത് പറഞ്ഞാൽ സോഡ ഒഴിച്ചിട്ട്, അതും ഗംഭീരമാണ്. ഇനി ഒരു സോഡ സർബത്ത് കൂടി കുടിക്കാൻ പോവാണേ. അതായത് ഇത് ഓറഞ്ച് ഫ്ലേവേർഡ് ആയിട്ടുള്ള, നമ്മളിപ്പോൾ ഫാൻറ്റ പോലെയുള്ള കാര്യങ്ങളില്ലേ, അത് മിക്സ് ചെയ്തിട്ടാണ് ഈ സർബത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ പല പല ഫ്ലേവേഴ്സ്. അല്ലാണ്ട് നമ്മൾ സോഡ ഒഴിച്ച് കഴിക്കണം, അത് വ്യത്യാസം. കടയ്ക്കകത്താക്രമിച്ച് കയറിയിരിക്കുവാണ്. ഇത് എത്ര പഴയ കടയതാണ്, 90 years old. ഇനി ഒരു പ്ലെയിൻ സോഡ സർബത്ത്. അത് ഈ നന്നാരി കളേർഡല്ല, അല്ലാത്തത്. നാരങ്ങാനീരും പിന്നെ കുറച്ച് ഉപ്പ്, അത് കഴിഞ്ഞിട്ട് സോഡ.
കുറേ ഐസ്. അയ്യോ, സോഡ 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 ഒഴിക്കുന്നു. ബാക്കി സോഡ ബാക്കി കുപ്പിയിൽ വെച്ച് തന്നെ തരും. അത് നമ്മൾ ഫില്ല് ചെയ്ത് കുടിക്കാം. ആഹാ ആഹാ, അതതിലും ഗംഭീരം. ആ നാരങ്ങ നീര് നന്നാറി പ്ലസ് ആ സോഡയുടെ ഒരു ഏറിയേറ്റഡ് ഫീല്, ഇച്ചിരി ഉപ്പ് എല്ലാം കൂടി വരുമ്പോഴേ മധുരവും ഉപ്പും തീരുന്നതിനനുസരിച്ച് സോഡ ഫില്ല് ചെയ്തുകൊണ്ടേ അത് തീരുന്നവരെ ഐസ്. പുറത്തെ ചൂടിൽ നിന്ന് എന്തൊരു ആശ്വാസം അറിയോ. അയ്യോ രക്ഷയില്ല, സമ്മറിന് പറ്റിയത്. ഇവിടെ ടോക്കൺ സിസ്റ്റമാണ്. ആൾക്കാർ ആദ്യമേ കൗണ്ടറിൽ ചെന്നിട്ട് എത്ര സർബത്ത് വേണം അതിന് ടോക്കൺ എടുത്തിട്ട് ഇവിടെ വരുന്നു, കുടിക്കുന്നു, പോകുന്നു. നല്ല ഭയങ്കര തിരക്കാണ്. ഇത് കൂടെ തുടങ്ങിയിട്ടേ ഉള്ളൂ, വൈകുന്നേരം ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇനി അങ്ങോട്ട് ഭയങ്കരമായ കച്ചവടമാണ്. കച്ചവടം രാവിലെ മുതൽ തുടങ്ങിയാലും തീരില്ല. അല്ലേ എത്ര മണി വരെ ഇത് നൈറ്റ്? 11 മോർണിംഗ് എത്ര? കാലയിൽ എത്ര മണി? 7 o'clock. ഓ, രാവിലെ 7 മണി തൊട്ട് രാത്രി 11 വരെ ഈ സെയിം സംഗതിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഒരു ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ സിറപ്പൊക്കെ വാങ്ങാൻ കിട്ടും, അച്ചാറുകൾ വാങ്ങാൻ കിട്ടും, പല കാര്യങ്ങളുണ്ട്. ഇവിടെ റോസ് മിൽക്കിൻ്റെ പൗഡർ അതെല്ലാം കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ വന്നാൽ, ട്രിച്ചിയിൽ വന്നാൽ മറക്കാണ്ട് വരേണ്ട ഒരു കടയാണ് ഇത്. 90 years ഓൾഡ് ഷോപ്പ്. ഈ ബഷീർ അണ്ണയാണ് 45 വർഷമായിട്ട് ഇവിടെ ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കട പേര് ഓക്കെ, ബ്രഹ്മാനന്ദ കൂൾ ഡ്രിങ്ക്സ്. ഈ സ്ഥലപ്പേര്, ഈ റോഡ് പേര് പാലക്കര മെയിൻ റോഡ് ബ്രഹ്മാനന്ദ കൂൾ ഡ്രിങ്ക്സ്. ഓക്കെ, വരാൻ മറക്കണ്ട. ഓക്കെ, പറ്റുവാ. താങ്ക് യു. പോയിട്ട് വരട്ടാ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ടൈം വരുമ്പോൾ വരാം. ഓക്കെ. ഭയങ്കര സ്നേഹം ആൾക്കാർക്കെല്ലാം. ഒരാളെ ഒഫീഷ്യലി പരിചയപ്പെടുത്താൻ പോണ്. ഇതാണ് മിസ്റ്റർ ശങ്കർ. അദ്ദേഹത്തിൻ്റെ ഓട്ടോയിലാണ് ഞാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെ നല്ല ആളാണ്. ഇവിടെയുള്ള സ്ഥലങ്ങളെല്ലാം കറക്റ്റായിട്ട് അറിയാം. നമ്മളെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ട്രിച്ചിയിൽ വരികയാണെങ്കിൽ ശങ്കറിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഇല്ലയാ? ഓക്കെ, ഫോൺ നമ്പർ കൊടുക്കും. ഫോൺ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. പിന്നെ പുള്ളിയോട് ഞാൻ പറഞ്ഞത് ചിരിക്കാൻ. അതായത് ഇവിടെ ആൾക്കാർക്ക് ചിരി കുറച്ച് കമ്മി. ഇല്ലയാ? ഓക്കെ, അതാണെന്ന് പറയുന്നത്. എന്ത് കാര്യമൊന്നും അറിയില്ല, പക്ഷെ ആൾക്കാരൊക്കെ നല്ല പാവങ്ങളാണ്, ഫ്രണ്ട്ലിയാണ്, ഭയങ്കര ഹോസ്പിറ്റാലിറ്റിയാണ്. ചിലർക്കൊക്കെ എനിക്കറിയില്ല, ഭയങ്കര സ്നേഹമാണ്. പക്ഷെ അവർക്ക് അങ്ങനെ ചിരിച്ച് വായിക്കാൻ അത്ര അറിയില്ല തോന്നുന്നു. അങ്ങനെ ഒരു അഭിനയമില്ലാത്ത ആൾക്കാരായതുകൊണ്ടായിരിക്കും. പക്ഷെ ചിരിക്കുന്നില്ലെങ്കിലും ഭയങ്കര സ്നേഹമുള്ളവരാണ്. പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് വളരെ സീരിയസ് ആയിട്ടിരിക്കും. അങ്ങനെയല്ല, അവർ ഭയങ്കര ഉള്ളുകൊണ്ട് സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ താങ്ക് യു. ഓക്കെ, ഞാൻ കൊടുത്തിരിക്കും. ഓക്കെ, ആളുകൾ ഇപ്പോൾ ഞാൻ പണ്ട് മധുരയിലെ ഒരാളുടെ നമ്പർ ഇതുപോലെ തന്നെ. അപ്പോൾ തൃശ്ശിക്കില്ല ഒരാൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണും. ഓക്കെ, നമ്പർ യെസ് പോട്ട്. തിരക്ക് പിടിച്ച നഗരക്കാഴ്ചകളുടെ ഇടയിൽ ട്രിച്ചി സിറ്റിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ പോകുന്നു, തിരക്ക്, ബഹളം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് വിചാരിക്കട്ടെ. അപ്പോൾ ട്രിച്ചി വിശേഷങ്ങൾ തീരുന്നില്ല, പക്ഷേ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമാകുന്നു. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ